ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് ചാലഞ്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഡേ 5 ഒരു ഷോർട്ട് വീഡിയോ, അന്നത്തെ എന്താണോ കഴിച്ചത് ആ ഒരു ഷോർട്ട് വീഡിയോ ആണ് ഇട്ടത്. അതിനുശേഷം ഞാൻ സാറ്റർഡേ സൺഡേ ഒന്നും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു റീസൺ എനിക്ക് പീരിയഡ്സ് ആയിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനോ ഷൂട്ട് ചെയ്യാനോ ഒന്നുമുള്ള മൂഡിലായിരുന്നില്ല. ഫുഡൊന്നും കഴിക്കാൻ തന്നെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ അത്യാവശ്യം പ്രോപ്പറായിട്ട് എൻ്റെ ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോയി. എന്നാലും 100% കറക്റ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത്. ഇപ്പം ഇന്ന് തിങ്കളാഴ്ച, ഇന്ന് 8th ഡേ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഇനി കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ. 14 days ആണ് നമ്മൾ ഈ ചാലഞ്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വെയിറ്റ് നോക്കുമ്പോൾ ഒരു 200 ഗ്രാമും കൂടെ കുറഞ്ഞിട്ടുണ്ട്. 52.1 ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിലരൊക്കെ ഈ പീരിയഡ്സിൻ്റെ സമയത്ത് വെയിറ്റ് ഗെയിൻ ആവാറുണ്ടെന്നൊക്കെ പറയാറുണ്ട്. അത് ഓരോരുത്തർക്കും ഓരോ പോലെയാണ്. ചിലർ വെയിറ്റ് ലോസ് ആവുകയാണ് ചെയ്യുക. ചിലർക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബോഡിയിൽ വെയിറ്റ്, അതായത് ബോഡിയിൽ വാട്ടർ വെയിറ്റ് ഇൻക്രീസ് ആവുക ചെയ്യും. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെയിറ്റ്, ഞാൻ രാവിലെ തന്നെ വെയിറ്റ് ഒന്നും ചെക്ക് ചെയ്തില്ല. ഇപ്പോൾ ഒന്ന് വെയിറ്റ് ചെക്ക് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ഇൻട്രോ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. 9 മണി ആയിട്ടേ ഉള്ളൂ. അപ്പം 9:30 ആകുമ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇന്നലെയൊക്കെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഏതൊക്കെയോ സമയത്ത് 10:30, 11 ഒക്കെ ആയിരുന്നു കഴിച്ചത്. കാരണം എനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചത് 2 മണിക്കാണ്. വൈകുന്നേരത്തെ ഫുഡ് വളരെ നേരത്തെ കഴിച്ച് പിന്നെ എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നലത്തെ പീരിയഡ്സിൻ്റെ ഡേ 1 പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് വലിയ കുഴപ്പമില്ല, പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും വലിയ കുഴപ്പമില്ല. നോക്കട്ടെ, 9:30 ആകുമ്പോൾ ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം എങ്ങനെ പോകുന്നുണ്ട് നമുക്ക് നോക്കാം. പിന്നെ പീരിയഡ്സിൽ നമ്മുടെ ഡയറ്റിലും വർക്കൗട്ടിലും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. 2 അരിദോശ, അതിൻ്റെ കൂടെ കടലക്കറിയുമാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ എന്തായാലും നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോട്ടീൻ റിച്ച് കറി ആഡ് ചെയ്യാൻ വേണ്ടി നോക്കണം കേട്ടോ. ചെറുപയർ, കടല, ഗ്രീൻ പീസ്, അങ്ങനെ എന്തെങ്കിലും എപ്പോഴും ആഡ് ചെയ്യാൻ വേണ്ടി നോക്കണം കേട്ടോ. ഇപ്പോൾ ഏകദേശം 10:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ചായ കുടിക്കുകയാണ് കേട്ടോ. 11:30 കഴിക്കാനുള്ള ഒരു ബനാന ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ മിഡ് മോർണിംഗ് സ്നാക്ക്. അപ്പോൾ ചായ കുടിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടിട്ടുണ്ടാവും. 9:30 ആകുമ്പോഴാണ് ഞാൻ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. പക്ഷേ അത് ഞാൻ എടുത്ത ആ ഒരു പോർഷൻ എനിക്ക് മുഴുവൻ കഴിക്കാൻ പറ്റിയില്ല. ജസ്റ്റ് ഒരു ദോശയും കുറച്ച് കടലക്കറിയും മാത്രമാണ് കഴിച്ചത് കേട്ടോ. ചില സമയത്താണെങ്കിൽ ഭയങ്കര വിശപ്പായിരിക്കും, ഒരുപാട് ഫുഡ് കഴിക്കാൻ തോന്നും. ചില സമയത്താണ് ഇതുപോലെ ഒട്ടും വിശപ്പുണ്ടാവില്ല. സാധാരണ നമ്മൾ എടുക്കുന്ന പോർഷൻ വരെ കഴിക്കാൻ തോന്നില്ല. ഒത്തിരി എന്താ പറയുക, ഈ സമയത്ത് എനിക്ക് ഫ്രൂട്ട്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കഴിക്കാൻ തോന്നാറ്. പിന്നെ എന്താ പറയുക, സ്വീറ്റ്സിനോടായിരിക്കും ക്രേവിങ്സ് ഉണ്ടാവും. അത് ഓരോരുത്തർക്കും ഓരോ പോലെയാണ്. പലരും വന്ന് പറയുന്നൊരു കാര്യമാണ്, അതുവരെ എല്ലാം ഡയറ്റൊക്കെ പ്രോപ്പറായിട്ട് നോക്കി പീരിയഡ്സിൻ്റെ സമയമാകുമ്പോഴേക്കും ഡയറ്റ് മൊത്തം കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോകുന്നു. എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമായിരിക്കും. നമുക്ക് ഈ ഒരു സമയത്തായിരിക്കും ചോക്ലേറ്റ്, പിന്നെ ജങ്ക്സ് അങ്ങനത്തെ ഒക്കെ കഴിക്കാൻ വേണ്ടി തോന്നുന്നത്, പിന്നെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ. പക്ഷേ ഇതൊന്നും ഈ സമയത്ത് കഴിക്കുന്ന ഒട്ടും നല്ലതല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ സ്റ്റിൽ നമ്മൾ അതൊക്കെ ചെയ്യാറുണ്ട്. ഈ സമയത്ത് ഡയറ്റ് വളരെയധികം ന്യൂട്രീഷ്യസ് ആയിരിക്കണം. സാധാരണ നമ്മൾ കഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ന്യൂട്രീഷ്യസ് ആയിരിക്കണം. കുറച്ച് പ്രോട്ടീൻ ഐറ്റംസും അതുപോലെ തന്നെ പാലുൽപ്പന്നങ്ങളൊക്കെ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ കഴിക്കണം. നമ്മുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് ലോസ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി റീഫ്രഷ് ആയിട്ട് കീപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് ഓപ്ഷൻസ് ആണ് ഈ സമയത്ത് കഴിക്കേണ്ടത്. പിന്നെ നോൺ വെജ് ഒക്കെ ഈ ഒരു സമയത്ത് കുറച്ചൊന്ന് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ചിലർക്കൊക്കെ ആണെങ്കിൽ പീരിയഡ്സ് ടൈമിൽ ഈ ഒരു എന്താ പറയുക, നോൺ വെജ് ഐറ്റംസ് കഴിക്കുന്നത് പീരിയഡ് ക്രാംസ് കൂടുന്നതായിട്ട് കാണാറുണ്ട്. എനിക്കൊക്കെ ആ ഒരു കേസ് ഉണ്ടാവാറുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഈ പീരിയഡ് തുടങ്ങുന്നതിൻ്റെ ജസ്റ്റ് തലേന്നോ അതിൻ്റെ ആ ഒരു വീക്കിലൊക്കെ എനിക്ക് നോൺ വെജ് ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് തോന്നുന്നതാണോ എന്നറിയില്ല, എനിക്ക് പീരിയഡ് ക്രാംസ് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഞാൻ വർക്കൗട്ടും ഒക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കമ്പാരിറ്റീവ്ലി എൻ്റെ ഈ ഒരു പീരിയഡ് ക്രാമ്പ് വളരെ കുറവാണ്. ഒരു 5 days പീരിയഡ്സ് ആണ്, 5 days എനിക്ക് പെയിൻ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ എനിക്ക് ആ ഒരു ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ 1.5 day അത്രയൊക്കെ മാത്രമേ പെയിൻ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ നിങ്ങൾ വർക്കൗട്ട് റെഗുലർ ആയിട്ട് ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ, അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ ചിലർക്ക് ഈ പീരിയഡ് പെയിൻ കംപ്ലീറ്റ് ആയിട്ട് മാറുന്ന കാണാറുണ്ട്. പിന്നെ മറ്റൊരു ഡൗട്ട് ഈ ഒരു സമയത്ത് വരാറ്, പീരിയഡ് സമയത്ത് വർക്കൗട്ട് ചെയ്യാമോ എന്നുള്ളതാണ്. വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങളുടെ ഒരു ലിമിറ്റേഷൻസ് വെച്ചിട്ട് വേണം വർക്കൗട്ട് ചെയ്യാൻ. ചിലർക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒത്തിരി ക്രാമ്പി ആയിട്ടുള്ള പീരിയഡ്സും അതുപോലെ തന്നെ ഒരുപാട് ബ്ലഡ് ലോസും ഒക്കെ അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ ഫസ്റ്റ് 2 days വർക്കൗട്ട് ചെയ്യാതെ റെസ്റ്റ് എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. 3rd day മുതൽ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. അല്ലാതെ വളരെ നോർമലായിട്ട് പോകുന്ന, നിങ്ങൾ നോർമൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാറുണ്ട്, ജോലിക്കൊക്കെ പോകാറുണ്ട്, അങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ ഡേ 1 മുതൽ തന്നെ വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ കൂടുതൽ ജമ്പിങ് ആയിട്ടുള്ള വർക്കൗട്ടുകളൊന്നും ചെയ്യാതിരിക്കുക. വളരെ നോർമൽ ആയിട്ടുള്ള ഫ്ലോർ എക്സസൈസ്, പിന്നെ എന്താ പറയുക, പിന്നെ അധികം എക്സോസ്റ്റഡ് ആവാത്ത വർക്കൗട്ടുകളൊക്കെ ചെയ്യാം. നോർമൽ വാക്കിംഗ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ വെയിറ്റ് ട്രെയിനിങ്, അധികം വെയിറ്റ് എടുത്ത് പൊക്കുന്ന തരത്തിലുള്ള വർക്കൗട്ടുകളൊന്നും ഈ ഒരു സമയത്ത് ചെയ്യാതിരിക്കുക. പിന്നെ ഈ ഒരു സമയത്ത് ക്രേവിങ്സ് നമുക്ക് നോർമലാണ്. അത് കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ കഴിക്കുന്ന നോർമൽ ഫുഡ് ഐറ്റംസിലൊക്കെ കൂടുതൽ പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ കുറച്ചും കൂടെ ന്യൂട്രീഷ്യസ് ആയിട്ട് കഴിക്കാൻ വേണ്ടി നോക്കുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ക്രേവിങ്സ് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പോർഷൻ, അതായത് നിങ്ങൾ രാവിലെ ഉച്ചയ്ക്കോ രാത്രിയോ കഴിക്കുന്ന ഏതെങ്കിലും ഒരു പോർഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ക്രേവ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് കഴിക്കാം. പോർഷൻ കൺട്രോൾ
കൺട്രോൾ ചെയ്ത് കഴിക്കാൻ വേണ്ടി നോക്കുക. ഈ ഒരു സമയത്ത് ക്രേവിങ്സും ഇതൊക്കെ വരുന്നത് വളരെയധികം നോർമലാണ്. അതിൻ്റെ പേരിൽ നമ്മൾ ഡയറ്റ് പോയി എന്ന് വെച്ച് റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിറ്റേന്ന് മുതൽ നമുക്ക് കറക്റ്റ് ട്രാക്കിലോട്ട് വരാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ ഒരുപാട് ലേറ്റ് ആവുന്നില്ല. ഇപ്പം തന്നെ ഏകദേശം 10:45 ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇനി എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്നലെ ഒന്നും വർക്ക് ചെയ്തില്ല, ഞാൻ ഫുൾ കിടപ്പായിരുന്നു. പെയിനും അധികം പെയിൻ ആയിട്ടല്ല, പക്ഷേ എന്താ പറയുക, ഒരു ഭയങ്കര ഡിസ്കംഫേർട്ടാണ്, ബാക്ക് പെയിൻ ഉണ്ടാവാറുണ്ട് എനിക്ക്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് എനിക്ക് വർക്കൊന്നും ചെയ്യാൻ തോന്നാതിരുന്നത്. അപ്പോൾ ഇന്ന് ഒരുവിധം ഓക്കെ ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി മിഡ് മോർണിംഗ് സ്നാക്ക് ഞാൻ കാണിച്ചു തന്നല്ലോ, ഞാൻ ബനാനയാണ് ഇത് മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് കഴിക്കുന്നത്. പക്ഷേ എനിക്ക് വിശപ്പൊന്നും ഇല്ല കേട്ടോ, എല്ലാം കംപ്ലീറ്റ്ലി ഫില്ലായതുപോലെയാണ്. ഈ ചായ, കോഫി ഇതൊക്കെയാണ് എനിക്ക് കുടിക്കാൻ തോന്നുന്നത്. അപ്പോൾ ഇനി എന്തായാലും ഞാൻ ലഞ്ചിൻ്റെ ടൈമിലായിരിക്കും. എന്താണ് ലഞ്ചെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ ദിവസം എങ്ങനെ പോകുന്നു നോക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച്. ഇന്ന് ഏകദേശം കറക്റ്റ് സമയത്തിന് ഒരു 1:30 ആകുമ്പോൾ തന്നെ ഞാൻ ലഞ്ച് കഴിച്ചു. ഇന്നലെയൊക്കെ ഒരുപാട് ലേറ്റ് ആയിട്ടായിരുന്നു ലഞ്ച് കഴിച്ചത്. അപ്പോൾ ഇന്ന് ഞാൻ ലഞ്ച് എല്ലാം ഒന്നും എന്താ പറയുക ഫുൾഫിൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പ്രോട്ടീനൊന്നും ആഡ് ചെയ്തിട്ടേ ഇല്ല, കാരണം എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. ചക്കയുടെ ഉപ്പേരിയും പിന്നെ ഒരു കറിയുമാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ. പിന്നെ എന്താ പറയുക, വൈകുന്നേരം ഞാൻ സ്നാക്കൊന്നും കഴിച്ചില്ല, ഡയറക്റ്റ് ഡിന്നറായിരുന്നു. ഡിന്നറായിട്ട് ഞാൻ 2 പുഴുങ്ങിയ പഴവും പിന്നെ ഒരു മുട്ടയാണ് ഞാൻ കഴിച്ചത്. ഇന്നത്തെ ദിവസം പീരിയഡ്സ് ആയതുകൊണ്ടായിരിക്കാം എനിക്ക് ബ്ലോട്ടിംഗ് പോലെയും കുറച്ചൊരു ക്രാമ്പൊക്കെ പോലെയായിരുന്നു. അതുകൊണ്ട് വേറെ ഒന്നും തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. വെള്ളം ഒരുപാട് കുടിച്ചു. പിന്നെ ഈ കഴിച്ച ഫുഡ് മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. ഇടനേരത്തെ സ്നാക്കും അങ്ങനെ ഒന്നും തന്നെ കഴിച്ചില്ല. അപ്പോൾ ഇനി നാളത്തേക്ക് എന്തായാലും ഞാൻ ഓക്കെ ആവും. 3rd ഡേ ആണ്, അപ്പോഴേക്കും എല്ലാം റെഡി ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് ഡേ വ്ലോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.